വലിയ കോർപ്പറേറ്റുകളോടാണ് ഞാൻ ഈ കേസ് നടത്തുന്നതെന്നുള്ള ബോധ്യമുണ്ട്. തുടക്കത്തിലൊക്കെ ഇതിനെന്നെ പരിഹസിച്ച ആൾക്കാരുണ്ട്. 10 രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ കോടതി കയറി ഇറങ്ങുന്നത്. 10 രൂപയുടെയോ 20 രൂപയുടെയോ അല്ലെ ഈ കിട്ടുന്ന കോമ്പൻസേഷൻ്റെയോ വലിപ്പമൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ കേസിൽ വിജയം മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് നീതി കോടതി കണ്ടെത്തി. ഇത് ലോകം മുഴുവൻ വ്യാപാരമുള്ള ഒരു ബ്രാൻഡാണ്. ഇവർ ഇതുകൊണ്ട് നേടുന്ന ഒരു ദിവസത്തെ വരുമാനം തന്നെ കോടികളാണ്. നമസ്കാരം. ഓഫർ പരസ്യം നൽകി കബളിപ്പിച്ച കോൾഗേറ്റ് കമ്പനിയെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ആറന്മുള സ്വദേശി. 3 വർഷം മുൻപ് തിരുവല്ലയിലെ സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസിങ്ങിനായി എത്തിയപ്പോഴാണ് കോൾഗേറ്റ് കമ്പനിയുടെ പേസ്റ്റ് ഓഫർ വിലയിൽ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത് കണ്ടത്. തുടർന്ന് അദ്ദേഹം അത് വാങ്ങുകയും എന്നാൽ താൻ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലാവുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കുകയായിരുന്നു. 3 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹത്തിന് അനുകൂലമായ വിധിയുണ്ടായി. നഷ്ടപരിഹാരം കോൾഗേറ്റ് നൽകണമെന്നുള്ള ഒരു വിധിയാണ് ആറന്മുള സ്വദേശിയായ മനേഷ് നായർ നേടിയെടുത്തിരിക്കുന്നത്. അന്ന് വാങ്ങിയ ആ കോൾഗേറ്റിൻ്റെ കവറടക്കം അദ്ദേഹം സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തു. എന്തായിരുന്നു താങ്കൾക്കുണ്ടായ അനുഭവം? 2023 മെയ്യിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനായി തിരുവല്ലയിൽ ലിയാൻസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ കയറിയത്. വീട്ടിലേക്ക് ആവശ്യമുള്ള പലകൂട്ട സാധനങ്ങൾ വാങ്ങിയ കൂട്ടത്തിൽ അവിടെ ഷോപ്പിൽ റാക്കിൽ, സൂപ്പർ മാർക്കറ്റിൽ റാക്കിലാണല്ലോ സാധനങ്ങൾ വയ്ക്കുക. അങ്ങനെ റാക്കിൽ ഇതേ രീതിയിൽ ഈ കോംബോ പായ്ക്കും ഇതിൽ സിംഗിൾ പായ്ക്കുമായിട്ട് ഇങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ ഇത് സാധനങ്ങൾ നോക്കിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നമ്മളത് നോക്കിയെടുത്തപ്പോൾ ഇതിലെ വില വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഈ സിംഗിൾ പാക്കറ്റിന് വന്നിട്ട് 150 രൂപയാണ് ഇതിൽ കിടക്കുന്നത്. എത്ര ഗ്രാമിനാ? ഇത് 120 ഗ്രാമിന് 150 രൂപയാണ് വില. അതേ തൂക്കത്തിൽ 120ൻ്റെ 2 എണ്ണമുള്ള കോംബോ പായ്ക്ക് 240 ഗ്രാം. ശരിക്കും ഈ വിലയുടെ അനുസരിച്ചിട്ടാണെങ്കിൽ ഇതിന് 300 രൂപ ഈടാക്കാൻ പാടുള്ളൂ. ഇത് ഇവർ 320 രൂപയാണ് ഇതിൽ കിടക്കുന്ന വില. ഇതിൽ 10 രൂപ ഓഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വില വ്യത്യാസം ഞാൻ അവിടെ കടയിൽ ചോദിച്ചപ്പോൾ അവർക്കറിയില്ല. ഇതിൽ കാണിച്ചിരിക്കുന്ന വില തന്നെ അവിടെ പേയ്മെൻറ്റ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഈ വില വ്യത്യാസം അവിടെ ചോദിച്ചപ്പോൾ അവർക്ക് ഇതിൽ ബാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് രണ്ട് ഇതായിട്ട് മേടിച്ചു. അവിടുന്ന് ബില്ല് സഹിതം വാങ്ങി. ഇതിന് നിയമ പോരാട്ടമാണ് വഴി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു. സ്വന്തം നിലയിൽ തന്നെ ആദ്യം കുറേ നാൾ ഇത് ഉപഭോക്തൃ കോടതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാദിച്ച് കയറി ഇറങ്ങി. പിന്നെ സാങ്കേതികമായി വക്കീലിൻ്റെ സഹായവും തേടേണ്ടി വന്നു. വലിയ കോർപ്പറേറ്റുകളോടാണ് ഞാൻ ഈ കേസ് നടത്തുന്നതെന്നുള്ള ബോധ്യമുണ്ട്. തുടക്കത്തിലൊക്കെ ഇതിനെന്നെ പരിഹസിച്ച ആൾക്കാരുണ്ട്. 10 രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ കോടതി കയറി ഇറങ്ങുന്നത്. 10 രൂപയുടെയോ 20 രൂപയുടെയോ അല്ലെ ഈ കിട്ടുന്ന കോമ്പൻസേഷൻ്റെയോ വലിപ്പമൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കമ്പനിക്ക് ബോധ്യപ്പെടണം. കമ്പനി ചെയ്യുന്നത് ചൂഷണമാണ് എന്ന് കമ്പനിക്ക് ബോധ്യപ്പെടണം. പിന്നെ ഇത് ഈ ബോധ്യം ഉണ്ടാകുന്നതോടെ പബ്ലിക്കിനുണ്ടാകുന്ന ഒരു അവബോധമുണ്ട്. ആരെയും എങ്ങനെയും തട്ടിപ്പ് നടത്താം എന്ന് കമ്പനികൾ ബോധ്യപ്പെടണം. അവർക്ക് മനസ്സിലാകണം ഇത് ചോദ്യം ചെയ്യപ്പെടാൻ ആരെങ്കിലും നാട്ടിലുണ്ടാകുമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 വർഷത്തോളം ഈ കോടതിയിൽ നിരന്തരമായി എല്ലാ മാസവും പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു സാധാരണ ടാക്സി തൊഴിലാളിയാണ്. പക്ഷേ എന്നിട്ട് പോലും എനിക്ക് ഈ കേസിൽ വിജയം മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് നീതി കോടതി കണ്ടെത്തി. എത്ര രൂപയാണ് നഷ്ടപരിഹാരം? 10,000 രൂപയാണ് പറഞ്ഞത്. 10,000 രൂപ അതിൻ്റെ പലിശ സഹിതം ആണ് എനിക്ക് അനുവദിച്ചു തന്നത്. ഇതിലെ എതിർഭാഗത്ത് കമ്പനി എനിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞു. ഞാൻ പബ്ലിസിറ്റിക്കും പ്രശസ്തിക്കും വേണ്ടി സാമ്പത്തികം നേടിയെടുക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ കേസ് നടത്തുന്നതെന്നൊക്കെയുള്ള വാദങ്ങൾ കമ്പനി ഉന്നയിക്കുകയുണ്ടായി. 80 വർഷമായിട്ട് ഈ രാജ്യത്ത്
ഗുഡ്വില്ലുള്ള കമ്പനിയാണ് കോൾഗേറ്റ് എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ അവർ കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ കോടതി അതൊക്കെ നിർദാക്ഷിണ്യം അതിനൊക്കെ ശക്തമായ തിരിച്ചടികളാണ് ഈ വിധിയിലൂടെ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗുഡ്വില് എന്ന് പറയുന്നത് ഗുഡ്വില് കൂടുന്നത് തട്ടിപ്പും വഞ്ചനയ്ക്കുമുള്ള ലൈസൻസ് അല്ല എന്നും, പിന്നെ അവർ പറഞ്ഞ മറ്റൊരു വാദം MRP ഇടാനുള്ള അധികാരം അത് അതിൻ്റെ ഉൽപ്പാദകർക്കാണെന്നുള്ളതാണ്. അതും കോടതി തള്ളിക്കളഞ്ഞു. MRP ഇടാനുള്ള സ്വാതന്ത്ര്യം വഞ്ചന നടത്താനുള്ള ലൈസൻസ് അല്ല എന്നാണ് വിധിയിൽ പരാമർശിച്ചിരിക്കുന്നത്. ശരിക്കും ഈ ഒരു പേസ്റ്റിന് 150 രൂപയാണ്. ഇതിൽ കിടക്കുന്ന MRP വിലയാണ് 150 രൂപയാണ് എടുത്തിരിക്കുന്നത്. അത് കോംബോ പാക്കറ്റായിട്ട് വന്നപ്പോൾ ഇതിന് ഈ വിലയുടെ അടിസ്ഥാനത്തിലെടുക്കുകയാണെങ്കിൽ, ഈ ചെറിയ പാക്കിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിലെടുക്കുകയാണെങ്കിൽ ഇതിന് 300 രൂപ വരാൻ പാടുള്ളൂ. 10 രൂപ ഇതിൽ ഓഫെന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ 290 രൂപയ്ക്ക് എനിക്കിത് കിട്ടേണ്ടതാണ്. അവർ 290 രൂപയല്ലേ ഇതിൽ MRP ഇട്ടിരിക്കുന്നത്, 320 രൂപയാണ്. 10 രൂപയുടെ 20 രൂപയുടെ പ്രശ്നമല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു തട്ടിപ്പാണ്. ഇത് ലോകം മുഴുവൻ വ്യാപാരമുള്ള ഒരു ബ്രാൻഡാണ്. ഇവർ ഇതുകൊണ്ട് നേടുന്ന ഒരു ദിവസത്തെ വരുമാനം തന്നെ കോടികളാണ്. ഇതിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത് 10,000 രൂപയാണ് നഷ്ടപരിഹാരം. ആ 10,000 രൂപയുടെ മൂല്യമല്ല. ഇതൊരു തട്ടിപ്പാണെന്നുള്ള ബോധ്യം കോടതിക്ക് ഇത് ബോധ്യപ്പെട്ടു. കോടതി അത് ഈ വിധിയിലൂടെ പ്രസ്താവിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ വിജയം. അതായത് ഈ വാങ്ങിയപ്പോൾ ചേട്ടന് കൊടുത്ത വിലയെന്ന് പറയുന്നത് 310 രൂപ കൊടുത്ത് ഇത് വാങ്ങിയോ? അതെ, 310 രൂപ കൊടുത്താണ് ഞാനിത് വാങ്ങിയത്. പക്ഷെ അവർ പൈസ മടക്കി നൽകിയെന്നൊക്കെ ആ ഒരു വാദം അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലില്ല, അങ്ങനെ അവർക്ക് കോടതിയിൽ അത് പ്രൂവ് ചെയ്യാനും പറ്റില്ല. കോടതി ഇത് ചോദിക്കുകയും ചെയ്തു. നിങ്ങൾ ഈ വില അവർ ഈ ഒരുപാട് കാര്യങ്ങൾ വാദങ്ങൾ ഇതിനിടയ്ക്ക് പറഞ്ഞിരുന്നു. ഗുഡ്വില്ലും ഞാൻ പറഞ്ഞില്ല, MRP ഇടാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ പല വാദങ്ങൾ അവർ പറഞ്ഞെങ്കിലും ഈ കോടതി ചോദിച്ച ഈ സിമ്പിൾ മാത്തമാറ്റിക്സ്, അതായത് 150 രൂപ വെച്ച് 300 രൂപ വരേണ്ടടുത്ത് 320 രൂപ എങ്ങനെ വന്നു എന്ന് കോടതി ചോദിച്ചതിന് അവർക്ക് മറുപടിയില്ലായിരുന്നു. ഇത് മറ്റുള്ളവർക്കൂടെ ഒരു പാഠമായിരിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഈ ഓഫറിന്റെ പേരിൽ ഇതുപോലെ തട്ടിപ്പ് നടക്കുന്നുണ്ടല്ലേ, ആരും അറിയുന്നില്ല. ഒരുപാട് തട്ടിപ്പുകൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇതാരും ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത്. പലരും ഇതിന് സമയം മെനക്കെടുത്താൻ ആരും തയ്യാറല്ല. ഞാനിത് 3 വർഷം ഇതിൻ്റെ പുറകെ നടന്നു. ഈ 10,000 രൂപ കൊണ്ട് ഈ 3 വർഷത്തെ എൻ്റെ നടപ്പിന് പരിഹാരമൊന്നുമല്ല. ഞാനത് ലക്ഷ്യമാക്കിയുമല്ല, ഈ കിട്ടുന്ന സാമ്പത്തികം ലക്ഷ്യമാക്കിയൊന്നുമല്ല ഞാനതിന് 10,000 രൂപ കൊണ്ടൊന്നും എൻ്റെ 3 വർഷത്തെ നടപ്പിന് പരിഹാരമല്ല. പക്ഷേ അത് ആ ഒരു കമ്പനി എനിക്കെതിരെ ലക്ഷങ്ങൾ ചിലവാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പൈസയുടെ മൂല്യമല്ല, ഈ തട്ടിപ്പ് പുറം ലോകത്തെ അറിയിക്കുക. ഇത് പബ്ലിക് മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതോടെ വൻകിട കോർപ്പറേറ്റുകളിൽ ഇങ്ങനത്തെ തട്ടിപ്പുകൾ പുറത്തു വരികയും അല്ലെങ്കിൽ മേലിൽ ഇത് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. അതാണ് ഉദ്ദേശിച്ചത്. പലരും ഇത് വിട്ടുകളയുന്നതാണല്ലോ. ആരും സമയം മെനക്കെടുത്താൻ തയ്യാറല്ല. പിന്നെ ഇതിൻ്റെ സാമ്പത്തിക നഷ്ടം അല്ലെ മെനക്കേട്, ഇതൊക്കെയാണ് ഒരുപാട് പേരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. എന്തെങ്കിലുമായിട്ട് കൊടുത്തിട്ട് പോകും. ഇതിപ്പോൾ ലോകം മൊത്തവും കച്ചവടം നടത്തിയ ഒരു സാധനം ഞാൻ മാത്രമല്ല വാങ്ങിയത്. ഈ 3 വർഷത്തിനിടയ്ക്ക് ഇത് ഒരുപാട് ആൾക്കാർ വാങ്ങി. പിന്നെ ഞാൻ തന്നെ ഇതിനെ ഫോളോ ചെയ്തിരുന്നു. ഒരു 6 മാസത്തിനിടയ്ക്ക് ഒരു 30 രൂപ വരെ ഇതിൽ വർധനമുണ്ടായിട്ടുണ്ട്. 180 രൂപ വരെ ഈ പേസ്റ്റിൽ വർധനമുണ്ടായിട്ടുണ്ട്. 150 രൂപയ്ക്കാണ് ഞാൻ 3 വർഷം മുമ്പ് മേടിച്ചത്. ഒരു 6 മാസത്തിനിടയ്ക്ക് ഇതിന് 180 രൂപ MRP മറ്റ് ഷോപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ലോജിക്കും ഇല്ലാതെ തോന്നിയ വില ഇട്ട് വിൽക്കുകയാണ്. അത് ഇത്തരം ഒരു കോർപ്പറേറ്റ് ഭീമനായതുകൊണ്ട് അതിലിടുന്ന ഏത് വിലയും പബ്ലിക് അംഗീകരിക്കും, മേടിക്കും, ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ള വിഷയമാണ് നമ്മൾ ഉയർത്തിക്കാട്ടി. അത് ചോദ്യം ചെയ്യപ്പെട്ട് കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. ശരിക്കും പലരും വിട്ടുകളയുന്ന സംഭവമാണ്. കേവലം ഒരു 10 രൂപയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം 3 വർഷത്തെ നിയമ പോരാട്ടം നടത്തിയത്. അദ്ദേഹം ഈ പെട്ടെന്ന് വന്ന് ദ്രുതഗതിയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഈ ഓഫർ പ്രൈസിൽ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഓഫർ ഇടുന്നത് തങ്ങൾക്ക് നഷ്ടമാകുന്ന തരത്തിലാണോ എന്നൊരു പരിശോധന കൂടി നടത്തേണ്ടതാണ്. ഏതായാലും 10 രൂപയ്ക്ക് വേണ്ടി അത് നഷ്ടം വരികയും ചെയ്തു. അദ്ദേഹം നിയമ പോരാട്ടം നടത്തി അനുകൂലമായ ഉത്തരവ് നേടി എടുത്തിരിക്കുകയാണ്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.